സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗോള രാഷ്ട്രീയത്തെ ഒന്നടങ്കം മാറ്റിമറിക്കാൻ പോകുന്ന, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഗെയിമിനെ കുറിച്ചാണ്. ശത്രുക്കൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ അവരെ കൊണ്ട് തന്നെ ചുവന്ന പരവതാനി വിരിപ്പിക്കുന്ന നവഭാരതത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ചുമാണ്. 2020 ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയോട് വലിയ ശത്രുത കാട്ടിയിരുന്ന ചൈന ഇപ്പോൾ ഏതാ ഇന്ത്യയെ പ്രീതിപ്പെടുത്താനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇതിന് തുടക്കമിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. റഷ്യ, ഇന്ത്യ, ചൈന ഉൾപ്പെടുന്ന ഒരു വലിയ സഖ്യം രൂപീകരിക്കുക എന്നതാണ് പുടിന്റെ ലക്ഷ്യം. ഈ സഖ്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇന്ത്യ എന്തുകൊണ്ട് ചൈനയെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റും ചൈനയുടെ ശത്രുക്കൾക്ക് ഇന്ത്യ ആയുധം നൽകുന്നതും ഒക്കെ ചൈനയ്ക്ക് തലവേദനയാകുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്ളാഡിമിർ പുടിൻ RIC സഖ്യം എന്ന ആശയം ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 3 രാജ്യങ്ങൾ ഒന്നിച്ചാൽ അത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് മാറും. കാരണം ഈ 3 രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വലിയ വലിയ കഴിവുകളുണ്ട്. ഒന്നാമതായിട്ട് ഇന്ത്യ, ഏറ്റവും വലിയ മനുഷ്യ വിഭവശേഷി, അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ, വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനം. ചൈനയോ, ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തി, അതിഭീമമായ മാനുഫാക്ചറിങ് ശേഷി. റഷ്യയാണെങ്കിൽ ലോകത്തിലെ വലിയ ഊർജ സമ്പത്ത്, എണ്ണയായാലും പ്രകൃതിവാതകമായാലും, അതുപോലെ തന്നെ വലിയ റെയർ എർത്ത് മിനറൽസിന്റെ നിക്ഷേപം, പിന്നെ വളരെ വലിയ സൈനിക ആണവ ശക്തി. ഈ 3 ശക്തികളും ഒന്നിച്ചാൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാനും ലോകക്രമം മാറ്റിമറിക്കാനും സുഖമായിട്ട് സാധിക്കും. എന്നാൽ പുടിൻ എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണം ഇന്ന് റഷ്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഇന്ത്യയെയും ചൈനയുമാണ്. ചൈനയുമായിട്ടുള്ള റഷ്യയുടെ വ്യാപാരം $250 ബില്യൺ മുകളിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ ഭാവിയിൽ താൻ ചൈനയുടെ ഒരു ജൂനിയർ പാർട്ട്ണറായിട്ട് മാറുമോ എന്ന ഭയം പുടിനുണ്ട്. അതുകൊണ്ട് ചൈനയുടെ ആധിപത്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സാന്നിധ്യം റഷ്യക്ക് അത്യാവശ്യമാണ്. പുടിന്റെ ഈ നിർദ്ദേശം വന്ന ഉടനെ ചൈന അതിനെ പൂർണ്ണ മനസ്സോടെയാണ് സ്വാഗതം ചെയ്തത്. ഇന്ത്യയുമായിട്ടൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻ സ്ഥാപിക്കാൻ പോലും തയ്യാറാണെന്ന് ഉടനെ തന്നെ അവർ അറിയിക്കുകയും ചെയ്തു. ഇത്രയും കാലം നമ്മുടെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ച ചൈനയ്ക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു സ്നേഹം വന്നത് ഇന്ത്യയോട്? ഇതിന്റെ പിന്നിൽ ചൈനയുടെ ഭയവുമുണ്ട്. ചൈനയുടെ സാമ്പത്തിക നില ഇപ്പോൾ വളരെ മോശമാണ്. വിദേശ കമ്പനികളെ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് ചേക്കേറുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ സ്ട്രൈക്കുകൾ വഴിയും ചൈനീസ് നിക്ഷേപങ്ങൾ തടഞ്ഞതിലൂടെയും തങ്ങളുടെ ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്ന് ചൈനയ്ക്ക് ബോധ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അമേരിക്കയുമായിട്ട് ചൈന വലിയ വ്യാപാര യുദ്ധത്തിലുമാണ്. ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കൻ പക്ഷത്തേക്ക് പോയാൽ ഒരേ സമയം അമേരിക്കയും ഇന്ത്യയും നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യയെ ഒരു ന്യൂട്രൽ രാജ്യമാക്കി നിർത്തുക എന്നതാണ് ഈ സൗഹൃദ നാടകത്തിന്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട. ഇന്ത്യയുടെ പുറമേ സ്നേഹം കാണിക്കുമ്പോഴും മറുവശത്ത് ഇന്ത്യ കടൽ മാർഗവും കരമാർഗവും വളയുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടപ്പിലാക്കുന്ന തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തുറമുഖങ്ങളും സൈനിക താവളങ്ങളും നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, മ്യാൻമറിലെ സിറ്റ്വേ എന്നിവിടങ്ങളിലെല്ലാം ചൈന കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച് കഴിഞ്ഞു. അയൽ രാജ്യങ്ങളെ കടക്കണിയിലാക്കി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ് ചൈന ചെയ്യുന്നത്. അടുത്തിടെ ബംഗ്ലാദേശിലും നേപ്പാളിലും മാലദ്വീപിലും ഒക്കെ നടന്ന ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുകളിലും ഭരണമാറ്റങ്ങളിലും ചൈനയുടെ വലിയ സ്വാധീനവുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാന് 80% ആയുധങ്ങളും ഫണ്ടിങ്ങും നൽകുന്നതും ചൈനയാണ്. പക്ഷെ ചൈന നമ്മളെ വളയാൻ നോക്കുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുകയാണോ? അല്ല. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിന് ഇന്ത്യ നൽകുന്ന എക്കാലത്തെയും വലിയ മറുപടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ഏകദേശം 81,000 കോടി രൂപ ചെലവ് വരുന്ന ഈ മെഗാ പ്രൊജക്ട് ചൈനയുടെ ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് ചൈനയെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? ഒന്നാമതായിട്ട് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ടിന്റെ തന്ത്രപരമായ സ്ഥാനം തന്നെയാണ്. മലാക്ക കടലിടുക്കിൽ നിന്നും വെറും 40 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് ഗ്രേറ്റ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത്.
ലോകത്തെ സമുദ്ര വ്യാപാരത്തിൻ്റെ 35%, ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% കടന്നു പോകുന്നത് ഈ ഒരൊറ്റ സമുദ്രപാതയിലൂടെയാണ്. ഇതിനെയാണ് മലാക്ക ഡിലേമ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഡ്യുവൽ യൂസ് എയർപോർട്ട്, വലിയ പവർ പ്ലാന്റ് ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യയുടെ ഒരു വലിയ നാവിക വ്യോമതാവളമായിട്ട് മാറും. നാളെ ചൈനയുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ നിഷ്പ്രയാസം മലാക്ക കടലിടക്ക് അടച്ചു പൂട്ടി ചൈനയുടെ ഇന്ധന വിതരണവും വ്യാപാരവും പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയും. അങ്ങനെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ പര്യാപ്തമായ ഒരു ചോക്ക് പോയിന്റാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. അതുപോലെ ഡിഫൻസ് നിരീക്ഷകർ ഗ്രേറ്റ് നിക്കോബാറിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനി കപ്പൽ എന്നാണ്. ഇന്ത്യൻ നേവിയുടെയും വായുസേനയുടെയും കരുത്ത് ദക്ഷിണ ചൈന കടൽ വരെ വ്യാപിപ്പിക്കാനായിട്ട് ഈ ഒരൊറ്റ പ്രൊജക്റ്റിലൂടെ ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ ചൈന ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ചൈനയുടെ കഴുത്തിൻ്റെ നേരെയാണ് വാള് ചൂണ്ടിവെച്ചിരിക്കുന്നത്. ഗ്രേറ്റ് നിക്കോബാറിന് പുറമെ ചൈനയെ ഭയപ്പെടുത്തുന്ന മറ്റ് നിരവധി ഘടകങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രതിരോധത്തിൽ നിന്ന് മാറി തികച്ചും ആക്രമണോത്സുകമായ ഒരു നയമാണ് ഇന്ത്യ ഇപ്പം സ്വീകരിക്കുന്നത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായിട്ട് അതിർത്തി തർക്കമുള്ള ഫിലിപ്പീൻസിന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് കൊടുത്തു കഴിഞ്ഞല്ലോ. വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും സമാനമായ ആയുധങ്ങൾ നൽകാനുള്ള കരാറുകൾ അന്തിമഘട്ടത്തിലുമാണ്. ചൈനയുടെ മുറ്റത്ത് ചെന്ന് അവരുടെ ശത്രുക്കൾക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്ന ഇന്ത്യയുടെ നീക്കം ചൈനയെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർക്കൊപ്പം ചേർന്ന് ഇന്ത്യ സജീവമാക്കിയ ക്വാഡ് സഖ്യം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. ചൈനയുടെ നാവിക ആധിപത്യം തടയാനും സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാനും ഈ സഖ്യം ഇന്ത്യ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച ചൈനയുടെ കുത്തക തകർക്കുകയാണ്. ലോകത്തെ വമ്പൻ കമ്പനികൾ ചൈന +1 സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറികൾ തുറക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആഗോള ജനപ്രീതി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലുമാണ്. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് ചൈനയ്ക്ക് പകരമുള്ള വിശ്വസ്തനായ ഒരു പങ്കാളിയായിട്ടാണ്. അതുപോലെ DRDO നിർമ്മിക്കുന്ന അത്യാധുനിക ആയുധങ്ങളും ISROയുടെ ബഹിരാകാശ രംഗത്തെ മുന്നേറ്റങ്ങളും ഇന്ത്യയുടെ സൈനിക ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള അത്യാധുനിക മിലിറ്ററി സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇതെല്ലാം ചൈനയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സംശയങ്ങളും തടസ്സങ്ങളും നമ്മളിവിടെ ഒന്ന് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാണാം. ഇത്രയൊക്കെ ഓഫറുകൾ വന്നിട്ടും ഇന്ത്യ, റഷ്യ, ചൈന സഖ്യത്തിലേക്ക് എടുത്തു ചാടാനായിട്ട് ഇന്ത്യ തയ്യാറല്ല. ഇതിന് ചില പ്രധാന കാരണങ്ങളും ഉണ്ട്. ഒന്നാമത്തേത് പാകിസ്ഥാൻ ഫാക്ടറാണ്. ചൈന ഇന്ത്യയുടെ സൗഹൃദം നടിക്കുമ്പോഴും പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ്റെ 80% ആയുധങ്ങളും ചൈന കൊടുത്തിട്ടുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യൻ മിലിറ്ററി മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ മുഴുവൻ പാകിസ്ഥാന് കൈമാറിയത് ചൈനയായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്പൈ സാറ്റലൈറ്റ് നെറ്റ്വർക്കിനെ സമ്പൂർണ്ണമായിട്ടും പിന്തുണച്ച് അതിനെ നടപ്പിലാക്കി കൊടുക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ സഖ്യമുണ്ടാക്കിയാൽ പാകിസ്ഥാനെ ഉപയോഗിച്ചുള്ള അവരുടെ കുൽസിത ശ്രമങ്ങൾക്ക് നമ്മൾ തന്നെ ലെജിറ്റിമസി നൽകുന്നതിൻ്റെ തുല്യമാവും. പിന്നെ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് റഷ്യയുടെ വിശ്വാസവഞ്ചന. നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെടും ഇത് കേൾക്കുമ്പോൾ. ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ റഷ്യൻ ആയുധങ്ങളുടെ പർച്ചേസ് നമ്മൾ കുറച്ചു. അപ്പോൾ റഷ്യ നേരെ പാകിസ്ഥാന് കുറേ ആയുധങ്ങളും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിലും ഒക്കെ നൽകാനായിട്ട് തുടങ്ങി. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ ആത്മാർത്ഥതയും ഇന്ത്യ കൃത്യമായിട്ടും സംശയിക്കുന്നത്. പിന്നെ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളില്ല എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സഖ്യത്തിൽ ചൈനയ്ക്കായിരിക്കും ആധിപത്യം. ചൈനയുടെ കീഴിൽ ഒരു ജൂനിയർ പാർട്ട്ണറായിട്ട് നിൽക്കാൻ ഇന്ത്യ ഒട്ടും തയ്യാറാവില്ല. നമ്മൾ അമേരിക്കയുടെ പോലും ജൂനിയർ പാർട്ട്ണറാകാൻ തയ്യാറായിട്ടില്ല, പിന്നെയാണ് ചൈന. വളരെ തന്ത്രപരമായ ഒരു കളിയാണ് ഇന്ത്യ ഇവിടെ കളിക്കുന്നത്. ഇന്ത്യ ഈ സഖ്യത്തോട് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ഇതൊരു വിലപേശൽ തന്ത്രമായിട്ട് അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അമേരിക്ക ഇന്ത്യയുടെ മേലിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇന്ത്യ പറയും ഞങ്ങൾക്ക് പോകാൻ ചൈനയും റഷ്യയും അടങ്ങുന്ന സഖ്യമുണ്ട് എന്ന്. അതേസമയം ചൈനയോട് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കാതെയും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാതെയും യാതൊരുവിധ സഖ്യങ്ങൾക്കും ഇന്ത്യ തയ്യാറല്ല എന്ന്.
ചുരുക്കത്തിൽ ചൈന ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് പകരം അവർ ലോകത്തെ ഏക ശക്തിയായിട്ട്, അതായത് യൂണിപോളർ വേൾഡായിട്ട് മാറാനാണ്. എന്നാൽ ഇന്ത്യ ആഗ്രഹിക്കുന്നതോ ഒരു രാജ്യത്തിനും സമ്പൂർണ്ണ ആധിപത്യമില്ലാത്ത ഒരു ബഹുധ്രുവ ലോകമാണ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപോളർ വേൾഡാണ്. സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ റഷ്യ ഇന്ത്യ ചൈന സഖ്യം യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.